ഹലോ മക്കളെ, SSLC പബ്ലിക് പരീക്ഷയിൽ എല്ലാ വർഷവും ഇതുപോലത്തെ ഒരു ചോദ്യം ഉണ്ടാവും. പെൻസിൽ ഇൻ വാട്ടർ അപ്പിയേഴ്സ് ടു ബി ബെൻഡ്. ഇത് എന്ത് ഫിനോമിനനാണ്, അല്ലെ എന്താണ് ഇവിടുത്തെ പ്രക്രിയ, അല്ലെ എന്തിൻ്റെ ആപ്ലിക്കേഷൻ ആണെന്ന് ചോദിക്കും. അതിൻ്റെ മാത്രമല്ല, അതുപോലെ ഈ ലിസ്റ്റിലുള്ള എല്ലാത്തിൻ്റെയും ചോദിക്കും. ഇനി ഈ വർഷത്തെ പബ്ലിക് എക്സാമിൽ ഏതാ വരാമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല, പക്ഷേ ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങളുടെ പരീക്ഷ പേപ്പറിൽ ഉണ്ടാവും. 2-3 മാർക്ക് ഡെഫിനേഷൻ കൂടി ഉണ്ടെങ്കിൽ 3 മാർക്കിനാണ് ചോദ്യം വരാൻ പോകുന്നത്. സോ എല്ലാ ഒപ്റ്റിക്കൽ ഫിനോമിനൻ, അതായത് റിഫ്രാക്ഷൻ, ഡിസ്പേർഷൻ, സ്കാറ്ററിങ്, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ, പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ, പിന്നെ പവർ ഓഫ് അക്കോമഡേഷൻ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. എല്ലാം കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരൊറ്റ വീഡിയോയിൽ പഠിക്കാം. അങ്ങനെയാണ് 3 മാർക്ക് ഉറപ്പിക്കാം നമുക്ക്. ഓക്കെ, അപ്പോൾ എന്ത് വന്നാലും ഉത്തരം ഉണ്ടാവും നമ്മുടെ അടുത്ത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ടേബിൾ ഫില്ല് ചെയ്യാം. ഈ ടേബിൾ ഫില്ല് ചെയ്യുന്നതോടെ എല്ലാ ആപ്ലിക്കേഷൻസും നമ്മൾ പഠിച്ചെടുക്കും. പെൻസിൽ ഇൻ വാട്ടർ അപ്പിയേഴ്സ് ടു ബി ബെൻഡ്. മലയാളത്തിൽ ഞാൻ എല്ലാം ജസ്റ്റ് എഴുതി കാണിക്കുന്നില്ല, വെറുതെ വായിച്ചു പോകുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് മനസ്സിലാവാവുന്നതേ ഉള്ളൂ. സിമ്പിൾ ലാംഗ്വേജ് ആണ്. ഒരു പെൻസിൽ എന്താണ് വെള്ളത്തിൽ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ അത് വളഞ്ഞ പോലെ തോന്നും. ഇതിൻ്റെ കാരണം എന്താണ് മക്കളെ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ലൈറ്റ് വെള്ളത്തിൽ നിന്ന് എയറിലേക്ക് വരുമ്പോൾ ലൈറ്റ് ബെൻഡ് ചെയ്യുന്നു. റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്, പ്രകാശത്തിൻ്റെ അപവർത്തനമാണ് ഇതിൻ്റെ കാരണം. വെള്ളത്തിൽ നിന്ന് ലൈറ്റിൻ്റെ, പെൻസിൽ വെള്ളത്തിനുള്ളിലല്ലേ ഒരു ഭാഗം, അപ്പോൾ പെൻസിലിൽ നിന്ന് ലൈറ്റ് വരുമ്പോൾ എന്ത് സംഭവിക്കും? വെള്ളത്തിൽ നിന്ന് എയറിലേക്ക് വരുമ്പോൾ ലൈറ്റ് ബെൻഡ് ചെയ്യും. അപ്പോൾ നമുക്ക് തോന്നില്ല എന്താണ്, പെൻസിൽ ബെൻഡ് ചെയ്ത പോലെയാണ്. പക്ഷേ ലൈറ്റാണ് ബെൻഡ് ചെയ്തത്. റിഫ്രാക്ഷനാണ് ഫിനോമിനൻ. ലൈറ്റ് സ്പ്ലിറ്റിംഗ് വെൻ എൻറ്ററിങ് പ്രിസം. ഒരു പ്രിസത്തിൽ വൈറ്റ് ലൈറ്റ് കയറുമ്പോൾ അത് സ്പ്ലിറ്റ് ചെയ്യും. ഇതിനെ നമ്മൾ എന്താ വിളിക്കുക? സ്പ്ലിറ്റ് ചെയ്യുന്ന പരിപാടി ഡിസ്പേർഷൻ അഥവാ പ്രകാശത്തിൻ്റെ പ്രകീരണം എന്ന് പറയും. ഡിസ്പേർഷൻ ഓഫ് ലൈറ്റ് എന്ന് വിളിക്കും. സെറ്റാണ്. ഇനി ഇവരുടെയൊക്കെ ഡെഫിനിഷൻ എക്സാമിൽ ചോദിക്കും കേട്ടോ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വാട്ട് ഈസ് റിഫ്രാക്ഷൻ, വാട്ട് ഈസ് ഡിസ്പേർഷൻ ചോദിക്കുമ്പോൾ നിങ്ങൾ അതിൻ്റെ ഡിസ്പേർഷൻ്റെയും റിഫ്രാക്ഷൻ്റെയും ഡെഫിനിഷൻ ഇംഗ്ലീഷിലും മലയാളത്തിലും എഴുതി വെക്കണം. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ അതേ ഡെഫിനിഷനാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതും നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കണം. ഓക്കെ, അപ്പോൾ ഡെഫിനിഷൻസ് എല്ലാം കൂടി ചേർത്തിട്ടുള്ള ഇതിൻ്റെ PDF താഴെ എന്താണ് നമ്മൾ ഡിസ്ക്രിപ്ഷനിലും ഇതിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്ത് വെക്കേണ്ട ഗൂഗിൾ ഡ്രൈവ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡൗൺലോഡ് ചെയ്യാം. എല്ലാ ഡെഫിനിഷൻസും ഉണ്ട്. ഇതിൻ്റെ മാത്രമല്ല, ഇനി പറയാൻ പോകുന്നതിൻ്റെ എല്ലാം ഡെഫിനിഷൻസ് അതിലുണ്ടാവും. പവർ ഓഫ് അക്കോമഡേഷൻ, പെർസിസ്റ്റൻസ് വിഷൻ, കാരണം ഏതെങ്കിലും ഒന്നായിരിക്കും ചോദിക്കുക. ഏതാ ചോദിക്കുക നമുക്കറിയില്ല. അപ്പോൾ എല്ലാം പഠിച്ച് വെക്കുക. അത്രേ ഉള്ളൂ ബെസ്റ്റ്. അങ്ങനെയാണ് ഉറപ്പായിട്ട് മാർക്ക് കിട്ടും. അല്ലാണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിസ്പേർഷൻ മാത്രം പഠിച്ച് വെക്കാം. അപ്പോൾ ചിലപ്പോൾ മാർക്ക് കിട്ടും, ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. എബിലിറ്റി ഓഫ് ഐ ടു ഫോം ആണെന്നേ. ടു ഫോം ഇമേജസ് ഓഫ് നിയർ ബൈ ആൻഡ് ഫാർ അവേ ഒബ്ജക്ട്സ്. അടുത്തുള്ളതും ദൂരെയുള്ള സാധനത്തിനെയും നമ്മൾ എന്താണ് കണ്ണിലെ റെറ്റിനയിൽ പതിപ്പിക്കാൻ പറ്റിയ എബിലിറ്റിനെ എന്താ വിളിക്കുക? ഇറ്റ് ഈസ് കോൾഡ് പവർ ഓഫ് അക്കോമഡേഷൻ. സമഞ്ജനക്ഷമത, പവർ ഓഫ് അക്കോമഡേഷൻ. ഈ പവർ ഓഫ് അക്കോമഡേഷൻ നമ്മുടെ കണ്ണിനുള്ളത് കൊണ്ടാണ് അടുത്തുള്ള സാധനവും ദൂരെയുള്ള സാധനവും നമുക്ക് കാണാൻ സാധിക്കുന്നത്. പവർ ഓഫ് അക്കോമഡേഷന് ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്, പഠിച്ചു വെക്കണം. സമഞ്ജനക്ഷമത സിമ്പിൾ പരിപാടിയാണ്. പവർ ഓഫ് അക്കോമഡേഷനിൽ ഒരു കാര്യം കൂടെ ഓർത്ത് വെക്കേണ്ടത്, ഏതും ഇപ്പോൾ ബേസിക്കലി പവർ ഓഫ് അക്കോമഡേഷൻ എന്ന് പറഞ്ഞാൽ അടുത്തൊരു സാധനമുണ്ട്, ദൂരെയുള്ള സാധനമുണ്ട്, രണ്ട് ഇമേജ് റെറ്റിനെ പതിപ്പിക്കണം. അപ്പോൾ അതിന് എന്ത് ചെയ്യണം? നമ്മുടെ കണ്ണിനുള്ളിൽ കോൺവെക്സ് ലെൻസ് ഉണ്ടല്ലോ, അതിൻ്റെ ഫോക്കൽ ലെങ്ത് മാറ്റി കളിക്കണം. പക്ഷേ ഫോക്കൽ ലെങ്ത് ആരാണ് മാറ്റുന്നത്? ഒരു മസിൽസ് ഉണ്ട്, സിലിയറി മസിൽസ് എന്ന് പറയും. എന്താണ് മക്കളെ? സിലിയറി പേശികൾ. അവരാണ് എന്ത് ചെയ്യുന്നത്? കോൺവെക്സ് ലെൻസിനെ ഫോക്കൽ ലെങ്ത് മാറ്റി അടുത്തുള്ള സാധനം വരുമ്പോൾ കോൺവെക്സിനെ ഒരു പ്രത്യേക രീതിയിലാക്കും, ദൂരെയുള്ള സാധനം കാണുമ്പോൾ വേറെ പ്രത്യേക രീതിയിലാക്കും. ഇതിനെന്ത് ചെയ്യുന്നത്? ഇമേജ് റെറ്റിനെ തന്നെ പതിപ്പിക്കുന്നത്. അപ്പോൾ സിലിയറി മസിൽസ് ആണ് അത് കൺട്രോൾ ചെയ്യുന്നുള്ള പേര് ഓർത്ത് വെച്ചോ, ഇമ്പോർട്ടൻ്റ് ആണ്. ന്യൂട്ടൺസ് കളർ ഡിസ്ക് അപ്പിയേഴ്സ് വൈറ്റ് വെൻ റൊട്ടേറ്റഡ് ഫാസ്റ്റ്. ന്യൂട്ടൻ്റെ എല്ലാ കളർ വിബ്ജിയോർ പെയിൻറ് ചെയ്തിരിക്കുന്ന ഡിസ്ക് എടുത്തിട്ട് പെട്ടെന്ന് കറക്കിയാൽ അത് വെള്ള കളറിലായിട്ട് തോന്നും. കാരണം എന്താണ്? ആൻസർ പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എന്നാണ്. പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ, വീക്ഷണ സ്ഥിരത. പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ. അതായത് ബേസിക്കലി നമ്മളൊരു സാധനം കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഇമേജ് നമ്മുടെ റെറ്റിനയിൽ വന്നിട്ട് അപ്പം തന്നെ പോവില്ല. അത് 0.0625 അഥവാ 1/16 സെക്കൻഡ്സ് നമ്മുടെ കണ്ണിലല്ല റെറ്റിനയിൽ പതിഞ്ഞു നിൽക്കും. അപ്പോൾ എന്താ സംഭവിക്കുക? ന്യൂട്ടൺ ഡിസ്ക് പെട്ടെന്ന് കറക്കുമ്പോൾ, അതായത് പെട്ടെന്ന് കറക്കുമ്പോൾ ഈ എല്ലാ കളേഴ്സും നമ്മുടെ കണ്ണിൽ വന്നിട്ട് എന്ത് ചെയ്യും? വിത്തിൻ 0.0625 സെക്കൻഡ്സ് എല്ലാവരും അതിൻ്റെ ഉള്ളിലുണ്ടാവും. അത് റെഡ് വന്നു, 0.0625 സെക്കൻഡ്സിനുള്ളിൽ തന്നെ എന്താണ് വയലറ്റും വന്നു, ഇൻഡിഗോ വന്നു, ബ്ലൂ വന്നു, യെല്ലോ വന്നു, ഓറഞ്ച് വന്നു, ഗ്രീൻ വന്നു. എല്ലാം കൂടെ എന്താണ് ആ 0.0625 സെക്കൻഡ്സിൻ്റെ ഇടയിൽ വരികയാണെങ്കിൽ അത് എല്ലാവരും ഒരുമിച്ച് എന്താണ് നമ്മുടെ റെറ്റിനയിൽ ഉണ്ടാവും. എല്ലാവരും ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ നമ്മുടെ റെറ്റിന എന്തായാലും അതിനെ ഇതാക്കുക, എല്ലാ വിബ്ജിയോറും കൂടി ചേർന്ന് കഴിഞ്ഞാൽ വൈറ്റ് ആയിട്ടാണ് കാണുക. അതുകൊണ്ടാണ് നമ്മൾ വൈറ്റ് ആയിട്ട് കാണുന്നത്. പെർസിസ്റ്റൻസ് വിഷനാണ് അതിൻ്റെ റീസൺ. അപ്പോൾ ഈ സംഭവം കണ്ടു കഴിഞ്ഞാൽ ന്യൂട്ടൺ ഡിസ്ക് എന്ന് വാക്ക് കേട്ട് കഴിഞ്ഞാൽ ഉറപ്പിച്ചോ പെർസിസ്റ്റൻസ് വിഷൻ, അത് എഴുതി വെക്കുക. സ്കൈ അപ്പിയേഴ്സ് ബ്ലൂ.
സ്കൈൻ്റെ കളറ് നീലയാവാൻ കാരണം എന്താണ് ഫിനോമിനൻ? സ്കാറ്ററിങ് ആണ്, പ്രകാശത്തിൻ്റെ വിസരണമാണ് സ്കാറ്ററിങ്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ എന്തുണ്ട് മക്കളെ, കുറേ പാർട്ടിക്കിൾസ് ഉണ്ട്. അപ്പോൾ സൺലൈറ്റ് വരുമ്പോൾ, സൺലൈറ്റ് വൈറ്റ് ലൈറ്റ് ആണ്, അപ്പോൾ വൈറ്റ് ലൈറ്റ് നമ്മുടെ അറ്റ്മോസ്ഫിയറിലേക്ക് വരുമ്പോൾ എന്ത് സംഭവിക്കുക, ആ വൈറ്റ് ലൈറ്റിനെ അത് സ്കാറ്റർ ചെയ്യും. സ്കാറ്റർ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, റിഫ്ലക്റ്റ് ചെയ്യും, പാർഷ്യലി റിഫ്ലക്റ്റ് ചെയ്യും. കുറച്ച് അബ്സോർബ് ചെയ്യാൻ പാർട്ടിക്കിൾസ്, ബാക്കിയുള്ള റിഫ്ലക്റ്റ് ചെയ്യും. അതിനാണ് സ്കാറ്ററിംഗ് നൽകുക. അപ്പോൾ സ്കാറ്ററിംഗ് ഡെഫിനേഷൻ എന്താണ് ഇതിൽ കൊടുത്തിട്ടുണ്ട്, അത് വായിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഈ പറഞ്ഞ തന്നെയാണ് സ്കാറ്ററിംഗ്. അവിടെ പോയി സ്കാറ്ററിംഗ് ഡെഫിനേഷൻ ഇതാ. സ്കാറ്ററിംഗ് ഇസ് ദി ചേഞ്ച് ഇൻ ഡയറക്ഷൻ ബ്രോട്ട് ഔട്ട് ബൈ ദി ഇറഗുലർ ആൻഡ് പാർഷ്യൽ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് വെൻ ഇറ്റ് ഹിറ്റ്സ് ദ പാർട്ടിക്കിൾസ് ഓഫ് ദി മീഡിയം. അതായത് ബേസിക്കലി ലൈറ്റ് വരുന്നു, അറ്റ്മോസ്ഫിയർ പാർട്ടിക്കിൾ ഹിറ്റ് ചെയ്യുന്നു. അപ്പം എന്താണ് പാർഷ്യൽ ആൻഡ് ഇറഗുലർ റിഫ്ലക്ഷൻ. ഇറഗുലർ റിഫ്ലക്ഷൻ ആണ്, തോന്നിയ പോലെയാണ് റിഫ്ലക്ഷൻ ഉണ്ടാകുക. ഇവിടെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പാരലൈറ്റ് വന്നു കഴിഞ്ഞാൽ തോന്നുന്ന രീതിയിലാണ് റിഫ്ലക്ട് ചെയ്യുക. അതാണല്ലോ ഇറഗുലർ റിഫ്ലക്ഷൻ, വിസരിത പ്രതിപതനം. എന്നാൽ പാർഷ്യലുമാണ്, കംപ്ലീറ്റ് ലൈറ്റ് റിഫ്ലക്ട് ആവില്ല. അതായത് കുറച്ച് ലൈറ്റ് എന്താണ് ഇവിടെ അബ്സോർബ് ആവും പാർട്ടിക്കിൾസ്, ബാക്കിയുള്ള ലൈറ്റിലാണ് റിഫ്ലക്ട് ചെയ്യുക. അപ്പോൾ ഫുള്ളി റിഫ്ലക്ഷൻ ആണെങ്കിൽ ഫുള്ളി റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. പാർഷ്യൽ റിഫ്ലക്ഷൻ ആണ് സ്കാറ്ററിംഗ് ആൻഡ് ഇറഗുലർ റിഫ്ലക്ഷൻ ആണ്. ഓക്കെ, ക്രമപ്രതിപതനമാണോ വിസരിത പ്രതിപതനമാണോ? വിസരിത പ്രതിപതനമാണ്. റെഗുലർ റിഫ്ലക്ഷനിൽ ഇറഗുലർ റിഫ്ലക്ഷൻ ആണ്. പാരലൈറ്റ് വന്നു കഴിഞ്ഞാൽ തിരിച്ച് തോന്നിയ രീതിയിൽ പോകും. അപ്പോൾ ഇതാണ് സ്കാറ്ററിംഗ്. ഇതുള്ളത് കൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്, നമ്മുടെ സ്കൈൻ്റെ കളർ എന്താവുന്നത്, നീലയാവുന്നത്. അതിന് കാരണം എന്താണ്? കാരണം ചെറിയ പാർട്ടിക്കിൾസ് ആണ് സ്കാറ്റർ ചെയ്യുന്നതെങ്കിൽ, ചെറിയ പാർട്ടിക്കിൾസ് ആണ് ലൈറ്റിനെ സ്കാറ്റർ ചെയ്യുന്നതെങ്കിൽ വേവ് ലെങ്ത് കുറഞ്ഞ കളേഴ്സിനെ കൂടുതൽ സ്കാറ്ററിങ് ചെയ്യും. സ്കാറ്ററിങ് കൂടുതലായിരിക്കും. വേവ് ലെങ്ത് കൂടിയ കളേഴ്സിനെ കുറവ് സ്കാറ്ററിങ് ഉണ്ടാവുള്ളൂ. വേവ് ലെങ്ത് കൂടിയത് റെഡ്, ഓറഞ്ചിനൊക്കെ കുറവ് സ്കാറ്ററിങ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് എന്താണ്, അവർ സ്കാറ്റേർഡ് ആയി പോവില്ല, അവർ നമ്മുടെ കണ്ണിലേക്ക് എത്തും. എന്നാൽ വേവ് ലെങ്ത് കുറഞ്ഞ വയലറ്റും ബ്ലൂ ഒക്കെ എന്താണ് മക്കളെ, വേവ് ലെങ്ത് കുറവാണ്, സോ സ്കാറ്ററിങ് കൂടുതലായിരിക്കും. അപ്പോൾ അവർക്ക് ഭയങ്കര സ്കാറ്റർ, അവർ തെറിച്ച് പോയിട്ട് എന്താണ് നമ്മുടെ സ്കൈൻ്റെ കളർ നീലയായിട്ട് കാണിച്ചത്. അതുകൊണ്ടാണ് അറ്റ്മോസ്ഫിയറിൻ്റെ കളർ നീലയായിട്ട് വരുന്നത്. കാരണം അത് എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ട് തെറിച്ച് റിഫ്ലക്റ്റഡ് ആയിട്ട്, ആ റിഫ്ലക്റ്റഡ് ലൈറ്റാണ് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ നിന്ന് വരുന്നത്. അതുകൊണ്ട് അറ്റ്മോസ്ഫിയർ നമുക്ക് എന്തായിട്ട് തോന്നുന്നത്, നീലയായിട്ട് തോന്നുന്നത്. കാരണം വയലറ്റും ബ്ലൂ ഒക്കെയാണ് കൂടുതൽ സ്കാറ്റർ ആവുക. ഓക്കെ, അപ്പോൾ അത് ഓർത്ത് വെച്ചോ, ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓക്കെ, ഇനി ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. ചെറിയ പാർട്ടിക്കിൾസ് ആണെങ്കിൽ വേവ് ലെങ്ത് കുറഞ്ഞ ആൾക്ക് കൂടുതൽ സ്കാറ്ററിങ്, വേവ് ലെങ്ത് കൂടിയ ആൾക്ക് കുറവ് സ്കാറ്ററിങ്. അപ്പോൾ സാർ വലിയ പാർട്ടിക്കിൾസ് ആണ് സ്കാറ്റർ ചെയ്യുന്നെങ്കിലോ, എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കും സ്കാറ്ററിങ്. വേവ് ലെങ്ത് കുറഞ്ഞ വയലറ്റിനും ബ്ലൂവിനും വേവ് ലെങ്ത് കൂടിയ റെഡിനും ഒക്കെ ഒരേ എമൗണ്ട് സ്കാറ്ററിങ് ആയിരിക്കും. എല്ലാവരും ഒരേപോലെ സ്കാറ്ററിങ്, വേവ് ലെങ്ത് ഈ പാർട്ടിക്കിൾസിൻ്റെ വലിപ്പം കൂടുതലാണെങ്കിൽ. അപ്പോൾ ഈ ഒരു സംഗതി കൂടെ ഓർത്ത് വെച്ച് എക്സാമിന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാം പറയുന്ന കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്, ഒന്നും ചോദിക്കാത്ത കാര്യങ്ങളല്ല, ചോദിക്കാൻ സാധ്യതയുണ്ട്. സൺ അപ്പിയേഴ്സ് റെഡിഷ് ഡ്യൂറിങ് ദ സൺറൈസ് ആൻഡ് സൺസെറ്റ്. വീണ്ടും സണ്ണിൻ്റെ കളർ റെഡ് ആവാൻ കാരണം എന്താണ്, സ്കാറ്ററിങ് തന്നെയാണ്. അതിൻ്റെ കാരണം ബേസിക് ആയിട്ട് പറഞ്ഞുതരാം. സംഭവം ഇത്രയേ ഉള്ളൂ. നമ്മുടെ എർത്താണിത്. സൺറൈസിൻ്റെ സമയത്തും സൺസെറ്റിൻ്റെ സമയത്തും ഹൊറൈസണിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ എർത്തിൻ്റെ അറ്റ്മോസ്ഫിയർ ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെയായിരിക്കും അറ്റ്മോസ്ഫിയർ ഉണ്ടാവും. അപ്പോൾ സൺലൈറ്റ് എന്ന് പറഞ്ഞാൽ വൈറ്റ് ലൈറ്റ് ഇങ്ങനെ വരികയാണ്. നമ്മളിവിടെയാണ് നിൽക്കുകയെന്ന് വിചാരിക്കുക. നമ്മൾ സൺസെറ്റ് സൺറൈസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. വൈറ്റ് ലൈറ്റ് വരുന്നു. വൈറ്റ് ലൈറ്റിനുള്ളിൽ എന്തുണ്ട് മക്കളെ, വിബ്ജിയോർ മൊത്തം ഉണ്ട്. അതിൽ ആലോചിച്ച് നോക്കി, റെഡിന് എർത്തിലെ അറ്റ്മോസ്ഫിയറിൻ്റെ പാർട്ടിക്കിൾസ് ചെറിയ പാർട്ടിക്കിൾസ് ആണ്. അപ്പം വേവ് ലെങ്ത് കൂടിയ റെഡിനെ ഒന്നും കാര്യമായിട്ട് സ്കാറ്റർ ചെയ്യില്ല. അപ്പോൾ റെഡ് എന്താണ് നമ്മുടെ കണ്ണിലെത്തുന്നു. ഓറഞ്ചിനും വേവ് ലെങ്ത് അത്യാവശ്യം കൂടുതൽ, അപ്പോൾ ഓറഞ്ച് നമ്മുടെ കണ്ണിലെത്തുന്നു. എന്നാൽ യെല്ലോയും വലിയ മോശമല്ല, യെല്ലോയും കുറച്ച് നമ്മുടെ കണ്ണിലെത്തുന്നു. പക്ഷേ താഴേക്ക് പോകുമ്പോൾ ഇപ്പം ഗ്രീന്, അതുപോലെ തന്നെ ബ്ലൂ, ഇൻഡിഗോ ഒക്കെ എന്താ പ്രശ്നം, അവർക്ക് വേവ് ലെങ്ത് കുറവാണ്. വേവ് ലെങ്ത് കുറഞ്ഞുള്ള ബ്ലൂവിനൊക്കെ എന്താണ് സ്കാറ്റർ ചെയ്ത് കളയും. ഗ്രീനിന് എന്ത് ചെയ്യും, സ്കാറ്റർ ചെയ്ത് കളയും. അതുപോലെ തന്നെ ഇൻഡിഗോയും വയലറ്റൊക്കെ എന്താണ് സ്കാറ്റർ ആയി പോകും. ഇൻഡിഗോയും വയലറ്റൊക്കെ സ്കാറ്റർ ആയി പോകും. ഇത് ഇൻഡിഗോ ആണ്, അല്ലെ വയലറ്റാണ്, സ്കാറ്റർ ചെയ്ത് പോകും. അപ്പം ഈ ബ്ലൂവും വയലറ്റും ഗ്രീനൊക്കെ എന്താണ് നന്നായിട്ട് സ്കാറ്റർ ആയി പോകുന്നതുകൊണ്ട് നമ്മുടെ കണ്ണിലെത്തുന്നത് കൂടുതൽ എന്തായിരിക്കും, റെഡും ഓറഞ്ചൊക്കെ ആയിരിക്കും. അതുകൊണ്ടാണ് നമുക്ക് സൺറൈസ് സമയത്തും സൺസെറ്റ് അപ്പുറത്താണെങ്കിൽ സൺസെറ്റ് സമയത്തും നമുക്ക് സണ്ണിന് റെഡായിട്ട് തോന്നുന്നു. കാരണം വേവ് ലെങ്ത് കുറഞ്ഞ വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീനൊക്കെ നല്ലോണം സ്കാറ്റർ ആയി പോകും, നമ്മുടെ കണ്ണിലെത്തില്ല. ഓക്കെ, അപ്പോൾ ആ റീസൺ എഴുതി വെക്കുക. ബേസിക്കലി എന്താ സംഭവം, സ്കാറ്ററിംഗ് ആണ്. പാത്ത് ഓഫ് ലൈറ്റ് ബിക്കംസ് വിസിബിൾ വെൻ പാസ് ത്രൂ മിസ്റ്റ്, ഹോള് അല്ലെങ്കിൽ മിൽക്ക് വാട്ടർ. നമ്മൾ കുറച്ച് ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുക്കുക, എന്നിട്ട് കുറച്ച് പാലിൽ തുള്ളി ഇട്ടിട്ട് ലൈറ്റ് അതിലൂടെ കടത്തി വിട്ടാൽ ആ ലൈറ്റിൻ്റെ പാത ആ പാൽ വെള്ളത്തിൽ കാണാൻ പറ്റും. ഇതിനെ വിളിക്കുന്ന പേരാണ് മക്കളെ ടിൻഡോൾ എഫക്റ്റ്. ടിൻഡോൾ പ്രഭാവം അഥവാ ടിൻഡോൾ എഫക്റ്റ്. ഡെഫിനേഷൻ അടക്കം പഠിക്കണം കേട്ടോ. ബേസിക്കലി ഈ പാലും വെള്ളം എന്ന് പറഞ്ഞാൽ ഒരു സസ്പെൻഷനോ അഥവാ കൊളോയിഡൽ സൊല്യൂഷൻ എന്ന് വിളിക്കും. കൊളോയിഡൽ സൊല്യൂഷനിലോ സസ്പെൻഷനിലോ ലൈറ്റ് കടക്കുമ്പോൾ ലൈറ്റ് സ്കാറ്റേർഡ് ആവുന്നുണ്ട്. അതിനെയാണ് ടിൻഡോൾ എഫക്റ്റ് എന്ന് വിളിക്കുക. അപ്പോൾ സാർ ടിൻഡോൾ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ സ്കാറ്ററിംഗ് ആണോ? അതെ. പക്ഷേ ഇവിടുത്തെ സ്കാറ്ററിംഗ് എല്ലായിടത്തെയും സ്കാറ്ററിംഗ് അല്ല. ഒരു കൊളോയിഡൽ സൊല്യൂഷനിലെയോ
അല്ലെങ്കിൽ സസ്പെൻഷനിലോ സ്കാറ്ററിങ്ങിനെ വിളിക്കുക. അപ്പോൾ നിങ്ങൾ ഡെഫിനിഷൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, വെൻ റേസ് ഓഫ് ലൈറ്റ് പാസ് ത്രൂ എ കൊളോയിഡൽ ഫ്ലൂയിഡ് ഓർ സസ്പെൻഷൻ ദ ടൈനി പാർട്ടിക്കിൾസ് ഗെറ്റ് ഇല്ലുമിനേറ്റഡ് ആവുന്നു, പ്രകാശിതമാവുന്നു ഡ്യൂ ടു സ്കാറ്ററിങ്. ബിക്കോസ് ഓഫ് ദിസ് ദ പാത്ത് ഓഫ് ലൈറ്റ് ഇസ് മെയ്ഡ് വിസിബിൾ. അതുകൊണ്ട് നമുക്ക് എന്താണ് ലൈറ്റിൻ്റെ പാത കാണാൻ പറ്റും. പക്ഷേ എന്ത് ബിക്കോസ് ഓഫ് സ്കാറ്ററിങ് ആണ്, ബേസിക്കലി സ്കാറ്ററിങ് തന്നെയാണ്. ദിസ് ഫിനോമിന ടിൻഡോൾ എഫക്റ്റ്. ടിൻഡോൾ എഫക്റ്റിൻ്റെ ഡെഫിനിഷൻ എക്സാമിൽ ചോദിക്കൂട്ടോ, പഠിച്ചു വെക്കുക. റെയിൻബോ ഫോർമേഷൻ എന്താ സംഭവിക്കുക മക്കളെ? റെയിൻബോ ഫോർമേഷൻ ആദ്യം ലൈറ്റ് ഉള്ളിൽ കയറുമ്പോൾ ലൈറ്റിന് ഡിസ്പേർഷൻ സംഭവിക്കുന്നുണ്ട്, പ്രകീരണം സംഭവിക്കുന്നുണ്ട്. പിന്നെ ലൈറ്റ് പോയിട്ട് അപ്പുറത്തെ അറ്റത്ത് ഇടിച്ച് തിരിച്ചു വരുമ്പോൾ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ അല്ല, വെറും ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടക്കുന്നുണ്ട്. ടോട്ടൽ ലൈറ്റ് നടക്കുന്നില്ല, ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടക്കുന്നുണ്ട്. പിന്നെ ലൈറ്റ് വെള്ളത്തിൻ്റെ തുള്ളിയിൽ നിന്ന് പുറത്ത് എയറിലേക്ക് പോകുമ്പോൾ റിഫ്രാക്ഷൻ നടക്കുന്നുണ്ട്. 3 കാര്യങ്ങളാണ് നടക്കുന്നത്. എന്തൊക്കെയാണ്? ഡിസ്പേർഷൻ പ്രകീരണം, ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ആന്തര പ്രതിപതനം, ആൻഡ് റിഫ്രാക്ഷൻ അപവർത്തനം പുറത്തേക്ക് വരുമ്പോൾ. ലാസ്റ്റ് സ്റ്റാർസ് ട്വിങ്കിളിങ്. സ്റ്റാർസ് മിന്നുന്നതിൻ്റെ കാരണം എന്താണ്? അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ ആണ്. അറ്റ്മോസ്ഫിയറിലൂടെ ലൈറ്റ് ബെൻഡ് ചെയ്ത് വരുന്നതുകൊണ്ടാണ് നമുക്ക് സ്റ്റാർ മിന്നുന്നത് പോലെ തോന്നുന്നത്. അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ എന്ന് എഴുതി വെക്കുക. അപവർത്തനം തന്നെയാണ് ആരുണ്ടാക്കുന്നത്? അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത്രയും ഒപ്റ്റിക്കൽ ഫിനോമിനനാണ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. ഇതിൻ്റെ ആപ്ലിക്കേഷനും അതായത് ബേസിക്കലി സിറ്റുവേഷൻസ് തരും, എന്നിട്ട് നിങ്ങളോട് അതെന്താണെന്ന് പറയാൻ പറയും. അല്ല നേരെ തിരിച്ചു വരാൻ പറയും, പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ്റെ ഒരു ആപ്ലിക്കേഷൻ പറയാൻ പറയും. അപ്പോൾ നിങ്ങൾ ന്യൂട്ടൺ സിസ്കിൻ്റെ കാര്യം പറയണം, പവർ ഓഫ് അക്കോമഡേഷൻ്റെ ഇത് പറയാൻ പറയും, ഡിസ്പേർഷൻ്റെ ആപ്ലിക്കേഷൻ പറയാൻ പറയും. മനസ്സിലല്ലേ? റിഫ്രാക്ഷൻ്റെ ഒരു എക്സാമ്പിൾ പറയാൻ പറയും. അപ്പോൾ നിങ്ങൾ തിരിച്ചും പറയാൻ പറ്റണം. ഇതുകൂടാതെ ഇതിൻ്റെ ഡെഫിനിഷൻസും എക്സാമിൽ ചോദിക്കും കേട്ടോ. വാട്ട് ഈസ് റിഫ്രാക്ഷൻ, അല്ലെ വാട്ട് ഈസ് ഡിസ്പേർഷൻ, അല്ലെ പ്രകീരണം എന്താണെന്നൊക്കെ ചോദിക്കും. പവർ ഓഫ് അക്കോമഡേഷൻ എന്താണെന്ന് ചോദിക്കും, പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എന്താണെന്ന് ചോദിക്കും. അപ്പോൾ അതൊക്കെ പറയാൻ പറ്റണം. സ്കാറ്ററിങ് എന്താണ്, ടിൻഡോൾ എഫക്റ്റ് എന്താണ്, എല്ലാ കാര്യവും നിന്നോട് ചോദിക്കും. ടോട്ടൽ റിഫ്ലക്ഷൻ, അറ്റ്മോസ്ഫിയർ റിഫ്രാക്ഷൻ എല്ലാം ചോദിക്കും. അപ്പോൾ അതിൻ്റെ നോട്ട്സും കൂടെ കൊടുത്തിട്ടുണ്ട്. വായിക്കുക, പഠിക്കുക, സെറ്റാക്കുക, മുന്നോട്ട് പോകുക. ഓക്കെ, റെഡി, സെറ്റാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ ഒരു 3 ഫ്രണ്ട്സിനെങ്കിലും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഇത്രയും ചെറിയ വീഡിയോ നിന്ന് കുറേ കാര്യങ്ങളാണ് കിട്ടുന്നത്. അപ്പം നിങ്ങൾ തീർച്ചയായും മടിക്കരുത് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം അത്രത്തോളം മാർക്കായിരിക്കും. ഒരു 3-4 മാർക്ക് ഈസി ആയിട്ട് ഒരു 10 മിനിറ്റ് വീഡിയോ കണ്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. 10 മിനിറ്റ് ആണത്, ഇപ്പോൾ എത്രയും 12 മിനിറ്റ് എളുപ്പമല്ല, ഒരു വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അത്ര മാത്രമേ പറയാനുള്ളൂ. നമുക്ക് എക്സാം തകർക്കണം. കാണാം മറ്റൊരു വീഡിയോ.